ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലെ പറപ്പൂർക്കാവിലെ ഒരു പ്രധാനപ്പെട്ട ഉത്സവമാണ് കാളവരവ്. പറപ്പൂർക്കാവിലെ കാളവരവ് ഉത്സവം അടിപൊളിയാണ്. ഒരുപാട് കാളകൾ പല ദേശത്തു നിന്നും വരവായിട്ട് വരും. അപ്പോൾ വലുതും ചെറുതുമായിട്ട് ഇതുപോലെ ഒരുപാട് കാളകളുണ്ടായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു ഭാഗത്ത് ദേശത്തത്തെ കാളുണ്ട്, തൊട്ട് ദേശത്തുള്ളതുണ്ട്, ഒരുപാട് സ്ഥലത്തുനിന്ന് വന്നിട്ടുണ്ട്. കണ്ടല്ലോ, ഇതൊരു വഴിപാടൊക്കെ ആയിട്ട് ഇങ്ങനെ ചെറിയ കാളകൾ, മൺചട്ടികൾ, വിഗ്രഹങ്ങൾ, ഒരുപാട് ഐറ്റംസ് കച്ചവടക്കാർ ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും. കൃഷ്ണനൊക്കെ എന്ത് ഭംഗിയാണ് കാണാം. പക്ഷെ ഇവിടെ നിന്നൊന്നും നമുക്ക് വാങ്ങിക്കാൻ കഴിയില്ല, കാരണം അത്രയും റേറ്റ് ഉണ്ട്. എന്നാലും ഓരോ സംഭവങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു പോകും. കുട്ടികളെ ഐറ്റംസൊക്കെ എന്തായാലും വാങ്ങിച്ചേ പറ്റുള്ളൂ. കണ്ടല്ലോ, ദേശത്തെ അമ്പലത്തെ ഓരോരുത്തരായിട്ട് ഞങ്ങൾ നിർത്തി ഫോട്ടോ ഒക്കെ എടുത്ത്. അതേതൊരു കുട്ടിയാണ്, അപ്പോൾ അതിനെ ഇരിക്കണം എന്ന് പറഞ്ഞു. ഹസ്ബൻഡ് അതിനെ ഇരുത്തി കൊടുത്ത്, അതിന് ശേഷം മോനൊന്ന് ഇരുത്തി. അപ്പോൾ അങ്ങനെ എന്തൊക്കെയോ പറയണൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പാട്ടൊക്കെ ഉള്ളതുകൊണ്ട് കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട് ഞാനതൊക്കെ ഒഴിവാക്കിയതാണ്. പിന്നെ നമ്മളെ മെയിൻ ഐറ്റംസ് കമ്മൽ, എവിടെ ചെന്നാലും എനിക്ക് ഒന്നെങ്കിലും എടുക്കണം. ഞാനൊന്നും എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു റിങ് ടൈപ്പ്. 40 രൂപയൊക്കെ ഉള്ളൂ ഓരോന്നിന്. അത് നല്ല ലാഭമാട്ടോ. പക്ഷെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. മോൾക്ക് മോതിരം വാങ്ങണം എന്ന് പറഞ്ഞിട്ട് മോന് കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അങ്ങനെ 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 ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും പൂരം അടിപൊളിയായി, ഡേയും അടിപൊളിയായി, എൻജോയ് ചെയ്തു, പിടിച്ച് മോള് എന്നിട്ടൊരു കളറിൻ്റെ ഒരു കളർ കൊടുക്കുന്ന സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് കുപ്പികളെ നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ നടന്നു പോവാണ്. ഈ കാണാം, ഇത് എന്തൊരു വലുപ്പമാണെന്നറിയാം. ചാടി കിടക്കും സാധനമൊക്കെ ഉണ്ടാവില്ല.
അപ്പോൾ ഇതൊക്കെ കണ്ടു നോക്കൂ. ഹനുമാനും അതുപോലെ തന്നെ ശ്രീരാമനും ലക്ഷ്മണൻ എല്ലാം എന്ത് ഭംഗിയായിട്ടായിരുന്നെന്നോ ചെയ്തു വെച്ചിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. നമുക്ക് അതിൻ്റെ കൂടെയൊക്കെ സോങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും നമുക്ക് അങ്ങനെ കാണിക്കാൻ വയ്യ. കാരണം എന്താ വെച്ചാൽ കോപ്പിറൈറ്റ് വരും. പിന്നെ ഞങ്ങൾ അവിടുന്ന് എന്താ പറയുക, ആംപ്ലേറ്റ് കഴിച്ചു. നമ്മൾ മുട്ടായിപ്പൊക്കെ വാങ്ങിച്ചിട്ട് ശർക്കരയുടെ അതുപോലെ തന്നെ പഞ്ചസാരയുടെ ഒക്കെ കുറച്ച് കുറച്ചായിട്ട് നമ്മൾ വാങ്ങിച്ചു. അവിടെ നിന്ന് ഒന്ന് ചൂടോടെ ടേസ്റ്റ് നോക്കി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോകാനുള്ള പുറപ്പാടാണ്. കണ്ടല്ലോ, ഓ വരവുകളൊക്കെ എന്ത് രസമായിട്ടാണ്. ശിങ്കാരിമേള അതുപോലെ തന്നെ ഓരോ വരവുകളും, കാവടിയാട്ടും തലയിലൊക്കെ വെച്ച് എന്ത് ഭംഗിയായിട്ടാണ്. മയിൽ വേഷങ്ങൾ, ഒരുപാട് വേഷങ്ങൾ, കഥകളി, കൂടിയാട്ടം ഒക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു.